ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ഒന്നാം ഘട്ടത്ത് ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ആൻസർ കീ ഇപ്പോൾ BSc പുറത്തുവിട്ടിട്ടുണ്ട്, പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയ കൂട്ടുകാർ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അതിൻ്റെ ആൻസർ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ലാഹോർ ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി അളവ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് ഇറയിളി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഇറയിളി ആ നികുതിയാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായ പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മലബാർ ആണ്. നാലാമത്തെ ചോദ്യം, ഒന്നേകാൽ കോഴി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ബി EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആര്യ സമാജമാണ്. ആര്യ സമാജം. ആറാമത്തെ ചോദ്യം, 1925 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നവാഷേവയാണ് കേട്ടോ. നവാഷേവ. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി എന്നാണ്. അതായത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവാഹനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ 7ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം ശരി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ്. ബംഗ്ലാദേശ് ആണ് ഉൾപ്പെടാത്ത രാജ്യമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് 8ൻ്റെ ആൻസർ കേട്ടോ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എത്രയാണ്? അതിൻ്റെ ആൻസർ ഇതാണ്. ഓപ്ഷൻ എ ആണ്, 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ് വരുന്നത് കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സിന്ധു നദിയാണ് കേട്ടോ. 11ാമത്തെ ചോദ്യം കറണ്ട് അഫെയർ ആണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഡാം? ഫക്രാനങ്കൽ ഡാമും അതുപോലെ തന്നെ സർദാർ സരോവറുമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3ഉം 1ഉമാണ് കേട്ടോ. 3ഉം 1ഉം ഫക്രാനങ്കൽ ഡാമും സർദാർ സരോവറുമാണ്. 11ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 3ഉം 1ഉമാണ്. 12ാമത്തെ ചോദ്യം, കേരള സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ജീവനമാണ്. 13ാമത്തെ ചോദ്യം, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ JA ഷുംപീറ്റർ ആണ്. 14ാമത്തെ ചോദ്യം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ചോദ്യത്തിലാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. 14ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സർക്കാർ ജീവനക്കാരാണ്. 16ാമത്തെ ചോദ്യം, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന ആരാണ് മുൻപോട്ട് വെച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏത് കമ്മീഷനാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ അത് ഓപ്ഷൻ എ ബ്രഡ്ലാൻഡ് കമ്മീഷൻ. 16ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 17ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായത്തെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സമ്പ്രദായമാണ് ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ് കേട്ടോ. 17ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നമ്മൾ ഇന്നലെ പഠിച്ചാണ്. ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ. 19ാമത്തെ ചോദ്യം, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയതാരാണെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗുരജഡ അപ്പറാവു.
ഇത് ഇന്നലെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു. 20ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. 22ാമത്തെ ചോദ്യം, സോഷ്യലിസം മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സിമ്പിളാണ്. ഓപ്ഷൻ എ ആമുഖമാണ്. 23ാമത്തെ ചോദ്യം, സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. 24ാം ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് വരുന്നത്. അതായത് യൂണിയൻ ലിസ്റ്റ് സെൻസസ്, അതുപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ വനം വരും. അവശിഷ്ടാധികാരം, സൈബർ നിയമങ്ങളുമാണ് വരുന്നത്. എളുപ്പം എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ 24ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 25, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഉള്ളതെന്ന് വരുന്നത് 2ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 25ന്റെ ആൻസർ 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് 25ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവൽ ഏതാണ്? പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപ കേട്ടോ. 27, ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അന്ത്യോദയ അന്ന യോജന പദ്ധതി. 28ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. തെറ്റായ പ്രസ്താവനകൾ. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണെന്നുള്ളതാണ്. അപ്പോൾ തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചത് തെറ്റായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. 28ന്റെ ആൻസർ ഓപ്ഷൻ സി. 29ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. രാജ്യസഭ അംഗമാകുന്ന കുറഞ്ഞ പ്രായം 25 ആണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. അപ്പോൾ ഇതെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതിനെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തെറ്റാണ്. അപ്പം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. 29ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 30ാമത്തെ ചോദ്യം, MGNREGAയുടെ പൂർണ്ണരൂപം ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. 31ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 2ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളതാണ്. അതായത് 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2. 31 ഓപ്ഷൻ സി. 32, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കേരളമാണ്. 33, സുരക്ഷായനം ഏതിൻ്റെ മുദ്രാവാക്യമാണെന്നാണ്. 33ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. KSDMA, അത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. 33ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 34, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നാണ്. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. കറണ്ട് അഫയർ ആണ്. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മേയ്പ്പെടുത്തൽ, ഘോര ചികിത്സയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 34. 35, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. OPV പോളിയോ. 36, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതെന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, CFCs ആണ്. 37, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്. ആൻസർ ഓപ്ഷൻ എ റിക്കറ്റ്സ് ആണ്. 38, ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് ഉദ്ദേശം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് 38ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 39, തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതുപോലെ തന്നെ ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ,
തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന സെറിബ്രമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 39ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 40ാമത്തെ ചോദ്യം, ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ്. 40 ഓപ്ഷൻ സി ആണ്. 41 അമ്ലമഴയുടെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 5.6ൽ താഴെയാണ് വരുന്നത് കേട്ടോ. 42 ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ഏത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണെന്നാണ് വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 3ആം ചലന നിയമമാണ്. 42 ഓപ്ഷൻ സി 3ആം ചലന നിയമം. 43 വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഗാമ കിരണമാണ്. 44 ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 0 m/s² ആണ്. 45 ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ചൈനയാണ്. 46 നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ് കേട്ടോ. 47ാമത്തെ ചോദ്യം, 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മോളാണ്. 48 ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ച് ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താണെന്നാണ്? ആൻസർ ഓപ്ഷൻ എ അതിപൂരിത ലായനി എന്നാണ്. 49 സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ലോഹസങ്കരമാണ്? ആൻസർ ഓപ്ഷൻ എ അൽനിക്കോയാണ്. 50ാമത്തെ ചോദ്യം, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് ആണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അസറ്റിലിൻ ആണ്. 51 പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ടൂൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൽഫ ഫോൾഡ് ആണ്. 52ാമത്തെ ചോദ്യം, 2024-25 അധ്യയന വർഷം മുതൽ കേരള കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ വെച്ച് ഏതെല്ലാമാണെന്നാണ് വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് പാണീയ നൃത്തം, പളിയ നൃത്തം, അതുപോലെ തന്നെ ഇരുള നൃത്തം, മംഗലം കളി, അതുപോലെ തന്നെ ഏതാണ് മലപുലയ ആട്ടം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് 52ൻ്റെ. 53 നമ്മൾ ഇന്നലെ പഠിച്ചാണ്. നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ നമ്മൾ പറഞ്ഞാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ജേതാക്കൾ ഏതൊക്കെയാണ്? എല്ലാവരുമാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. ഓപ്ഷൻ ഡി ആണ് പ്രൊവിഷണൽ ആൻസർക്ക് വെച്ചിട്ടുള്ള ആൻസർ വരുന്നത്. 54ാം ചോദ്യം, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതെന്നാണ് ചോദിക്കുന്നത്? നമ്മൾ ഇന്നലെ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. 55ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 55ൻ്റെ ആൻസർ വരുന്നത്. 56 കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 57ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ജോഡികളായിട്ട് വരുന്നത്. 8ാമത്തെ ചോദ്യം, 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീതയും നാഡീശാസ്ത്രമാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. 59 നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. 59 സി. 60 താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ് വരുന്നത്. 61 ഡാഷ് ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹ്യ മാധ്യമമാണ്. അതിൻ്റെ ആൻസറായിട്ട് പ്രൊവിഷണൽ ആൻസർ വെച്ച് വരുന്നത് ഓപ്ഷൻ എ ഡയാസ്പോറയാണ്. 62 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡീപ് സീക്ക് ആണ് വരുന്നത്. 63 ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ച ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ സി അമരാവതിയാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിൽ. 64ാമത്തെ ചോദ്യം,
വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക എന്നാണ്. ഇതിനകത്ത് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. 1 മാത്രമാണ് ആൻസറായിട്ട് വരുന്നത്. 65ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3 ആണ്. അതായത് S8 ആണ്, സെക്ഷൻ 8 ആണ്. 66ാം ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 4 ആണ്. ആർട്ടിക്കിൾ 338 ആണ്. 67ാം ചോദ്യം, ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാമെന്നുള്ളതാണ്. അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക്, ഏതൊരാൾക്കും പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ്. അപ്പോൾ എല്ലാം ശരിയായിട്ടുള്ളതാണ്. 68 പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും 18 വയസ്സും 18 വയസ്സും താഴെയുള്ളതുമാണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് നിർവചിക്കുന്നത്. അപ്പം 68 ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ്. 2 മാത്രമാണ്. 69 പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്? അപ്പം ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ്. 283ാം റിപ്പോർട്ടാണ്. 70ാം ചോദ്യം, മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 2D രക്ഷിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രമാണ്. അതായത് 1, 2 ജന്മം നൽകിയ രക്ഷകർത്താവും ദത്തെടുക്കുന്നവരും രണ്ടാം അച്ഛനും രണ്ടാം അമ്മയും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? 1, 2 മാത്രമെന്നാണ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 70ൻ്റെ ആൻസറായിട്ട് വരുന്നത്. 71 മാത്സ് ആണ്, പറഞ്ഞു പോവാണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ × 25 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 72ാം ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 61.3 × 10⁵ ആണ് വരുന്നത്. 73ാം ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 6 മണിക്കൂർ 40 മിനിറ്റ് ആണ് വരുന്നത്. 74ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. x²12 ആണ് വരുന്നത്. 75ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 5350 ആണ് വരുന്നത്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 44 ആണ് വരുന്നത്. 77ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ NIK ആണ് വരുന്നത്. 78ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 481 ആണ് വരുന്നത്. 79 ഒറ്റയാനെ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. NORGAE ആണ് വരുന്നത്. അതുപോലെ തന്നെ 80ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 20/1/2021 ആണ് വരുന്നത്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലോഹിങ് ആണ് വരുന്നത്. 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിൽബൈ ആണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹാഡ് ബീൻ ലീവിങ് ആണ് വരുന്നത്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓവർ ആണ് വരുന്നത്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ എ ബിബ്ലോഫെയിൽ ആണ് വരുന്നത്. 86ൻ്റെ ആൻസർ ഓപ്ഷൻ സി വാക്വം ആണ് വരുന്നത്. 87 ഓപ്ഷൻ ബി ഇൻ റിലേഷൻ ടു ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സ്കൂളാണ് വരുന്നത്. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി തോട്ട് ഹി നോ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ എന്നുള്ളതാണ്. 90ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. RDXൻ്റെ എക്സ്പാൻഡ് RDX ആണ്. റോയൽ ഡെമോളിഷൻ എക്സ്പ്ലോസീവ് ആണ് വരുന്നത്. 91 അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സുനിഷയാണ് വരുന്നത്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ സി സുനിഷ. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വയാകരൻ ആണ് വരുന്നത്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ജനകൻ ജാനകിയാണ് വരുന്നത്. 94ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സൗപർണമാണ് വരുന്നത്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക എന്നുള്ളതാണ്. 96ൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി പര പ്ലസ് ഉപകാരമാണ്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ എ ബഹിർമുഖനാണ് വരുന്നത്. 98ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആളറിഞ്ഞ് ദാനം നൽകണം. 99ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കപോലം തലയോട്ടി. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പരേതൻ ഒരു വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. 100ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസർ കീ ആണ് വരുന്നത്. ഇന്നത്തെ എക്സാം നല്ല അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു വരുന്നത്. പിന്നെ കറണ്ട് അഫെയർ പാർട്ടിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ് ഒരു 90% ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 90% ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ് കണ്ട കൂട്ടുകാർക്കെല്ലാം ആ കറണ്ട് അഫെയർ ചോദ്യങ്ങളെല്ലാം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫെയർ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ.